ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ അഥവാ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ 3-ാം ദിവസത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം 3-ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായി കൂട്ടുകാർ എഴുതുക കേട്ടോ. അപ്പം നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. പ്രവർത്തനം 1, പൂരിപ്പിക്കാമോ? ഫോണിലെ വിട്ടുപോയ സംഖ്യകൾ പൂരിപ്പിക്കാമോ? അപ്പോൾ കൂട്ടുകാർ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എണ്ണാനും എഴുതാനും ക്രമത്തിൽ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം. 1 കഴിഞ്ഞാൽ 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇതിനിടയിലെ സംഖ്യകളൊക്കെയാണ് വിട്ടുപോയത്. നമുക്ക് എഴുതി ചേർക്കാം. 1, 2, അടുത്ത് വിട്ടുപോയ സംഖ്യ 4, അടുത്തതോ 6, അടുത്തത് 9, പിന്നെയുള്ള സംഖ്യ 0. അപ്പോൾ ഫോണിൽ വിട്ടുപോയ സംഖ്യകൾ നമ്മൾ പൂരിപ്പിച്ചു. അടുത്ത് നോക്കി, 1 മുതൽ 13 വരെയുള്ള സംഖ്യകൾ എണ്ണി എഴുതാമോ കൂട്ടുകാരെ? കൂട്ടുകാർക്ക് എണ്ണാനും എഴുതാനും നന്നായി അറിയാമല്ലോ. അറിയാം. അപ്പോൾ എഴുതിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇപ്പോൾ 1 മുതൽ 13 വരെയുള്ള സംഖ്യകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ ചിലപ്പോൾ 15 മുതൽ 25 വരെയുള്ള സംഖ്യകളോ 25 മുതൽ 30 വരെയുള്ള സംഖ്യകളോ ഇങ്ങനെയൊക്കെ ക്രമമായി എഴുതാൻ ചോദിച്ചാൽ കൂട്ടുകാർ തെറ്റാതെ എഴുതണം കേട്ടോ. 10ഉം 2ഉം ചേർന്നാൽ എത്ര? 10നോട് 2 കൂട്ടിയാൽ പോരെ? എത്രയാണ്? 12. കൂട്ടാനും കുറയ്ക്കാനും കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അതും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 2ാമത്തെ പ്രവർത്തനം, ഞാനാര്? ഉത്തരം കണ്ടെത്തൂ, വരച്ച് നിറവ് നൽകൂ. ഇവിടെ ഒരാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആളാരാണെന്ന് കണ്ടെത്തി അത് വരച്ച് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അടുക്കളയിലെ ചങ്ങാതി, എനിക്ക് നീണ്ടൊരു വാലുണ്ട്, അടുപ്പിൽ വെച്ചാൽ വിസിലൂതും, ഞാൻ ആരാണെന്നറിയാമോ? അറിയാമോ കൂട്ടുകാരെ? അതെ, കുക്കറാണല്ലേ. അപ്പോൾ കൂട്ടുകാരെ വരച്ച് മനോഹരമായ നിറവും കൊടുത്തോളൂ. ഇനി അടുക്കള ഉപകരണങ്ങൾ തിരിച്ചറിയുമോ? അടുക്കള ഉപകരണങ്ങൾക്ക് നേരെ ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറേ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്, കണ്ടോ കൂട്ടുകാരെ? ഇതിൽ അടുക്കള ഉപകരണങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അതിന് മാത്രം കൂട്ടുകാർ ടിക്ക് മാർക്ക് കൊടുത്തോളൂ. 1ാമത്തേത് ഷവർ ജെല്ലാണ്, കണ്ടോ? 1ാമത്തേത് പൗഡറാണ്. അത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുമോ? ഇല്ല. 2ാമത്തേത് എന്താ? പുസ്തകങ്ങളാണ്. അടുക്കളയിലാണോ വയ്ക്കാറുള്ളത്? അല്ല. അടുത്തതോ കൂട്ടുകാരെ? കുക്കറാണല്ലേ. അടുക്കളയിലെ ഉപകരണമല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തോളൂ. ഇനി സ്പൂണ് കാണാമല്ലേ? അത് അടുക്കളയിലെ ഉപകരണമല്ലേ? അതെ. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി ജ്യൂസ്, അത് അടുക്കളയിലല്ലേ കാണാറുള്ളത്? ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി ബാത്തിങ് സോപ്പോ? ഇല്ല, അടുക്കളയിൽ ഉപയോഗിക്കാറില്ല. അടുത്ത ചിരവ, അടുക്കളയിലാണോ ഉപയോഗിക്കാറ്? അതെ. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തോളൂ. ഇനി TVയോ കൂട്ടുകാരെ? ഇല്ല, അടുക്കളയിലെ ഉപകരണമേ അല്ല. പ്രവർത്തനം 3, അകത്തെത്ര പുറത്തെത്ര? ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, പെട്ടിയുടെ അകത്തും പുറത്തുമായി ഒത്തിരി മെഴുകുതിരികൾ ഇരിപ്പുണ്ട്. പെട്ടിയിലെ മെഴുകുതിരികൾ എത്രയാണെന്ന് എണ്ണി എഴുതാമോ? എണ്ണിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8,
9. അപ്പോൾ പെട്ടിക്കകത്ത് 9 മെഴുകുതിരികളുണ്ട്. പുറത്തെ മെഴുകുതിരികൾ എത്രയാണ് കൂട്ടുകാരെ? എണ്ണിക്കോളൂ. 1, 2, 3, 4, 5. അപ്പോൾ പുറത്ത് 5 മെഴുകുതിരികളാണുള്ളത്. അതുപോലെ ഇവിടെ നോക്കിയേ, പെട്ടിക്കുള്ളിലെ ബോളുകൾ എത്രയാണ്? അതെ, 4 ബോളുകളാണ് പെട്ടിക്കുള്ളിലുള്ളത്. പുറത്തോ 7 ബോളുകളുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ട്രേയിൽ 5 കപ്പുകളും പുറത്ത് 3 കപ്പുകളും ഉണ്ട് അല്ലേ കൂട്ടുകാരെ? അതെ. അടുത്ത് പ്രവർത്തനം 4. കഥ പൂർത്തിയാക്കാമോ? ഇവിടെ മനോഹരമായ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്നുള്ള ചിത്രഭാഗങ്ങളാണല്ലേ. അപ്പോൾ ഇതിൻ്റെ കഥ നമുക്ക് പൂർത്തിയാക്കാം. ഒന്നാമത്തെ നോക്കിയേ, കുഞ്ഞനുറുമ്പ് പുഴയ്ക്കരികിലൂടെ നടക്കുകയായിരുന്നു. ദാഹം കാരണം കുഞ്ഞനുറുമ്പ് പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ചിത്രം, കുഞ്ഞനുറുമ്പ് കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണു. മൂന്നാമത്തെ ചിത്രം, വെള്ളരിപ്രാവ് അത് കണ്ടു. അവൾ പ്ലാവില കൊത്തിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. കുഞ്ഞനുറുമ്പ് അതിൽ കയറി രക്ഷപ്പെട്ടു. അടുത്ത 4ാമത്തെ ചിത്രം, പിന്നീട് ഒരു ദിവസം കുഞ്ഞനുറുമ്പ് നടന്നു പോകുമ്പോൾ ഒരു വേട്ടക്കാരൻ വെള്ളരിപ്രാവിനെ ഉന്നം വയ്ക്കുന്നത് കണ്ടു. അടുത്ത ചിത്രം, കുഞ്ഞനുറുമ്പ് വേട്ടക്കാരൻ്റെ കാലിൽ കടിച്ചു. വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റി. ടപ്പേ ശബ്ദം കേട്ട വെള്ളരിപ്രാവിന് അപകടം മനസ്സിലായി. അവൾ ദൂരേക്ക് പറന്നുപോയി. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ കഥയോ കവിതയോ ഒക്കെ ചിത്രങ്ങൾ തന്നിരുന്നിട്ട് കൂട്ടുകാരോട് പൂർത്തിയാക്കാനായിട്ട് ചോദ്യം ചോദിക്കാം. അപ്പോൾ അതും കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 5. നിറം കൊടുക്കൂ. സംഖ്യകൾ കണ്ടില്ലേ? സംഖ്യകൾക്കനുസരിച്ച് കളങ്ങളിൽ നിറം കൊടുക്കാം. ഒന്നാമത്തെ സംഖ്യ 15 ആണല്ലേ. 15 കളങ്ങളിൽ കൂട്ടുകാർ നിറം കൊടുക്കണം. എണ്ണി 15 കളങ്ങളിൽ നിറം കൊടുത്തോളൂ കൂട്ടുകാരെ. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ സംഖ്യ 17. എണ്ണി കൂട്ടുകാർ 17 കളങ്ങളിൽ കൂട്ടുകാർക്ക് നിറം കൊടുക്കാം കേട്ടോ. വ്യത്യസ്തമായ നിറങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അടുത്ത സംഖ്യ 16. എണ്ണി കൂട്ടുകാർ 16 കളങ്ങളിൽ മനോഹരമായ നിറം കൊടുത്തോളൂ കൂട്ടുകാരെ. അപ്പം ഇതുപോലെ കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 6. വരച്ച് യോജിപ്പിക്കാമോ? സംഖ്യകൾക്ക് നേരെ അനുയോജ്യമായ കൂട്ടങ്ങൾ വരച്ചു ചേർക്കാമോ? ഇവിടെ കണ്ടോ, ഓരോ കൂട്ടങ്ങളും തന്നിട്ടുണ്ട്, അതുപോലെ സംഖ്യകളും തന്നിട്ടുണ്ട്. അനുയോജ്യമായ സംഖ്യകൾക്ക് നേരെ അനുയോജ്യമായ കൂട്ടങ്ങൾ വരച്ചു ചേർക്കണം. വരയ്ക്കാം. ആദ്യത്തേത് റോസാപ്പൂവിൻ്റെ കൂട്ടമാണല്ലേ. എത്ര റോസാപ്പൂക്കളാണുള്ളത്? 2. അപ്പോൾ 2 എന്ന സംഖ്യയിലേക്ക് വരച്ചു ചേർത്തോളൂ. അടുത്ത പേനകളുടെ കൂട്ടമാണല്ലേ കൂട്ടുകാരെ. അതെ, എത്ര പേനകളാണുള്ളത്? 4 പേനകളുണ്ട്. 4 എന്ന സംഖ്യയിലേക്ക് വരച്ചു ചേർക്കാം. അടുത്ത് പമ്പരമാണ്. 5 പമ്പരമാണുള്ളത്. അപ്പോൾ 5 എന്ന സംഖ്യയിലേക്ക് വരച്ചോളൂ. അടുത്ത് നോക്കിയേ, പാവക്കുട്ടിയാണല്ലേ, ഡോൾ. അപ്പോൾ ഈ പാവക്കുട്ടി എത്ര എണ്ണമാണുള്ളത്? 1 ആണുള്ളത്. അപ്പോൾ 1 എന്ന സംഖ്യയിലേക്ക് വരയ്ക്കാം. അടുത്ത് 3 ബോളുകൾ ഇരിപ്പുണ്ടല്ലേ. 3 എന്ന സംഖ്യയിലേക്ക് വരച്ചു ചേർക്കാം. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇതും കൂട്ടുകാർ മനസ്സിലാക്കി വച്ചിരിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 3ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. പിന്നെയോ എണ്ണാൻ പഠിച്ചു അല്ലേ. പിന്നെ കഥകൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു, യോജിപ്പിച്ച് വരയ്ക്കാനുണ്ടായിരുന്നു അല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്